മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂൺ മാസത്തിൽ നടക്കുന്ന വ്യാഴ മാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന ആയില്യ നക്ഷത്രം. പുണർദം, കാൽ, അതുമാതിരി പൂയം, ആയില്യം ഇവ ഉൾപ്പെടുന്ന നക്ഷത്രം ഈ രാശിയാണ് കർക്കിടകം രാശി. അങ്ങനെ കർക്കിടകം രാശിയിൽ പെടുന്ന ആയില്യ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ആയില്യ നക്ഷത്രം എന്ന് പറയുന്നത് പൊതുവെ വലിയ ബുദ്ധിമാന്മാരുടെയും അതേമാതിരി ഭയങ്കര കണ്ണ് കണ്ട കച്ചവടക്കാരുടെയും ഒക്കെ നക്ഷത്രമാണ്. ആൾക്കാരെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കാനാണെങ്കിലോ ഒരു കാര്യം പഠിപ്പിക്കാനാണെങ്കിൽ അവരെക്കാൾ കൂടുതൽ വലിയതായിട്ടുള്ള ആൾക്കാരില്ല. എന്ത് സാധനം കയ്യിലുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള വില പറഞ്ഞ് വിൽക്കാനോ അതേമാതിരി ഒരു പരിധിവരെയൊക്കെ മാനിപ്പുലേഷനും ഉണ്ടെന്നാണ് പറയണേ. ഇച്ചിരി പറ്റിപ്പൊക്കെ അവരുടെ കയ്യിലുണ്ട്. എന്നാലും അവർ സ്വന്തം കാര്യത്തിലൊക്കെ വളരെ മിടുക്കന്മാരും ജീവിത വിജയം കൈവരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ചിലവന്മാർ പറയും അവന്മാർക്ക് ഇത്തിരി സ്വാർത്ഥതയൊക്കെ ഉണ്ടെന്ന് പറയും. എങ്കിലും വളരെയധികം സത്യസന്ധതയും വിശ്വാസ്യതയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആരുടെ സഹായം ഇല്ലാണ്ട് തന്നെ തൻതാനെ ഉണർന്നെഴുന്നേറ്റ് വരാനുള്ള ഒരു അപാരമായ ശക്തിയുള്ള ആൾക്കാരാണ് ആയില്യ നക്ഷത്രക്കാർ. പുസ്തകത്തിൽ പറഞ്ഞ മാത്രമല്ല വ്യക്തിപരമായിട്ടും നമ്മുടെ അനുഭവത്തിലും ഈ പാർട്ടിക്ക് ഒരു കുഴപ്പം വന്നിരുന്നു. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലക്കാലം 2025 കാലഘട്ടം ആയില്യ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചിടത്തോളം മുന്നോട്ടൊരു ഗതിയില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, കച്ചവട സ്ഥാപനങ്ങളായിക്കോട്ടെ, ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, മക്കളും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള കണ്ടീഷനിലായിക്കോട്ടെ, സാമ്പത്തിക കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും മനസ്സടഞ്ഞൊരു രീതിയായിരുന്നു. കട തുറക്കണമെന്നില്ല. നമുക്കറിയാവുന്നവരായിട്ടുള്ള പല ആയില്യ നക്ഷത്രക്കാരും പറയും കമ്പനി വലിയ നക്ഷത്രമാണ്, തുറക്കണമെന്നില്ല. അതുപോലെ പിള്ളേർ പറഞ്ഞാൽ കേൾക്കണില്ല. അങ്ങനെയൊക്കെയുള്ള പല പല കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ജ്യോതിഷഫലം നോക്കാൻ വന്നു കഴിയുമ്പോൾ അവരങ്ങനെ ഒത്തിരി സങ്കടമൊക്കെ പറയാറുണ്ട്. അങ്ങനെ പൊതുവെ ഒരു കഷ്ടകാലത്തിൽ പെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവർക്കൊരു ശുഭവാർത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നന്നായിട്ടാണ് ഈ 2026 വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മിഥുനം എന്ന് പറഞ്ഞ ശത്രുക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ തേജസ്സും ഐശ്വര്യമൊന്നും ഇല്ലാതെ കിടന്ന വ്യാഴം 12ാം ഭാഗത്ത് നിൽക്കുമെന്ന് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വിഷമത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് 2022 ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറുകയാണ്. ആയില്യംകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലേക്ക് വ്യാഴം രാശി മാറുകയാണ്. ഈ വർഷം തന്നെ, അതായത് വ്യാഴം സാധാരണ രാശി മാറുന്നത് ഒരു രാശി മാറണമെങ്കിൽ ഒരു വർഷം പിടിക്കും. അങ്ങനെ 12 രാശിയും പിന്നിട്ട് വരുന്ന രാശിമാറ്റത്തിനാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയില്ലേ. 12 വർഷം കൂടുന്നതാണ് ഒരു വ്യാഴവട്ടം. അങ്ങനെ 12 വർഷം കൂടുതലായിട്ടുള്ള ഈ വ്യാഴവട്ടത്തിൽ വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിയും ഗുണഫലപ്രദായകമായിട്ടുള്ള അതിനായിട്ടുള്ള കഴിവും എല്ലാം കൂടുതലുള്ള ഒരു രാശിയാണ് കർക്കിടക രാശി. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടക രാശി. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് ഉച്ചരാശിയുണ്ട്, നീചരാശിയുണ്ട്, ശത്രുരാശിയുണ്ട്, മിത്രരാശിയുണ്ട്, സ്വന്തം രാശിയുണ്ട്, കേന്ദ്ര ത്രികോണ രാശികളുണ്ട്. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് ഈ 12 രാശിയിൽ. പല രാശികളിൽ ഇതാത് രാശികളിൽ നിൽക്കുമ്പോൾ അതാത് രീതിയിലുള്ള ഫലപ്രാപ്തിയാണ് അതിനുള്ളത്. നമുക്ക് ഫലം തരാനുള്ള കഴിവാണ് അതിനുള്ളത്. അങ്ങനെ വ്യാഴത്തിനെ സംബന്ധിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ രാജാവിൻ്റെ ബലമാണ് വ്യാഴത്തിന്. വലിയ ഗുണഫല പ്രദാനം ചെയ്യാനുള്ള കഴിവാണ് വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിന് കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ ഉള്ളത്. ആയില്യം നക്ഷത്രക്കാർക്കത് ജന്മരാശി എന്ന് പറയും. ചന്ദ്രൻ നിൽക്കുന്നത്, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ നക്ഷത്രം നിൽക്കുന്നതായിട്ടുള്ള രാശി, അതാണ് ജന്മം എന്ന് പറയുന്നത്. ജന്മരാശി ചന്ദ്രൻ അവിടെ നിൽക്കുമ്പോഴാണ്, കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് ഈ ആയില്യം നക്ഷത്രം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത്. അത് ഈ
ആയിരം നക്ഷത്രം എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിലാണ്. അവിടെ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ജന്മരാശി എന്ന് പറയുന്നത്. അങ്ങനെ ജന്മത്തിൽ സാധാരണ രീതിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ദോഷങ്ങളാണ് സാധാരണ പറയുന്നത്. പക്ഷേ ഇവിടെ ഉച്ചരാശിയാണെന്നുള്ള കാരണം കൊണ്ട് തന്നെ ദോഷങ്ങളല്ല, അത് വളരെ ഗുണപ്രദമായിട്ടാണ് ഭവിക്കാൻ പോണത്. മനസ്സിന് ശരീരത്തിനൊക്കെ വലിയൊരു സ്വാതന്ത്ര്യം തോന്നുക, സൂക്കേടുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി കിട്ടുക, എന്താണെന്നറിയാൻ പാടില്ല, ഒരു വിശ്രാന്തി, ഒരാഹ്ലാദം, ഒരു ഉന്മേഷം, ഉറക്കത്തൂങ്ങലൊക്കെ മാറുക. എവിടെ നിന്നോ എനിക്കൊരു ഊർജം കൈവന്നു. ഇത്ര നാളും ഞാനിങ്ങനെ വല്ലാതെ എന്തൊക്കെയോ ഓവർ തിങ്കിങ്ങിലൊക്കെ പെട്ട് കഷ്ടപ്പെട്ട് ഒരു ഗതിയില്ലായിരുന്ന എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരത്തിനും മനസ്സിന് ഉണർവ് ലഭിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. ദൈവവിശ്വാസം ഉണ്ടാവുക, പൊതുവെ ആൾക്കാരോടൊക്കെ ഒരു സ്നേഹം തോന്നുക. മൊത്തത്തിലൊരു ഉടക്ക് പരിപാടിയായിരുന്നു. 12 വ്യാഴം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ദേഷ്യം ഇതൊക്കെ കൂടുതലായിരുന്നു എങ്കിലും എല്ലാവരോടും ഒരു പ്രത്യേകിച്ച് സ്നേഹം, വാത്സല്യം, മക്കളോടും ഭാര്യയോടും എല്ലാത്തിനോടും ഒരു തോന്നുക, തൻ്റെ മനസ്സിനും ശരീരത്തിനും വളരെ ഇളവ് അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ആദ്യത്തെ കണ്ടീഷൻ. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാറ്റം വരും. ലോണുകൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സാമ്പത്തിക സഹായങ്ങൾക്കൊക്കെ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ പെട്ടെന്ന് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൈവരാനായിട്ട് സാധിക്കും. അതേമാതിരി മക്കളെ കൊണ്ട് ഒക്കെ എന്നുവെച്ചാൽ വ്യാഴം പുത്രകാരകനാണ്. പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും അത് പഠിക്കാൻ പോണ്ട, നീ ഈ കോഴ്സിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാലോ, പിള്ളേർക്കൊക്കെ ഇപ്പോൾ പണ്ടത്തെ കാലം പോലെ അല്ല, ഇപ്പോൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. നീ ഇന്നതിന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല. അവർക്ക് അവരെ അടുത്ത കണ്ടീഷനിൽ എന്താ പഠിക്കേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ വ്യാഴം സന്താനകാരകനാണ്. 12ാം സ്ഥാനത്തും അവർ കൊള്ളാം സ്ഥാനത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കാൻ തോന്നുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും. കുട്ടികൾക്കിടെ മാതാപിതാക്കളോടുള്ള സമീപനവും അതേമാതിരി അവരെ പഠിത്തം, കാര്യങ്ങൾ, ജോലി ഇത്യാദി കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു ഗുണമുണ്ടായി. മക്കൾക്ക് നല്ലത് വന്നത് കണ്ടുകൊണ്ട് മുടങ്ങിക്കിടക്കാൻ കല്യാണമൊക്കെ ആലോചിച്ച് മകൾക്കൊക്കെ വേണ്ടിയിട്ട് വിവാഹമൊക്കെ ആലോചിച്ച് നമ്മൾ പല സ്ഥലത്തൊക്കെ പൈസയൊക്കെ മുടക്കി പല സ്ഥലത്തോടെയൊക്കെ പോയിട്ടും പൈസ കളഞ്ഞത് മാത്രം മെച്ചം, കല്യാണം നടക്കണില്ല എന്നുള്ള കേസിനൊക്കെ വിവാഹമൊക്കെ നടക്കും. പൊതുവെ മക്കളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും. അതാണ് വ്യാഴം പുത്രകാരകനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളിലോ പള്ളിയിലൊന്നും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. മതപരമായ കാര്യങ്ങളോടൊക്കെ നമുക്ക് വലിയ വിഷമമായിരുന്നു. നമ്മുടെ മനസ്സിലൊരു അടവ് പറ്റിപ്പോയേക്കായിരുന്നു. നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാണ്ട് ഒരു ഇരുൾച്ച വന്നേക്കായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വെളിച്ചം വീഴുന്നു പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളോട് പെട്ടെന്നൊരു താല്പര്യം അതിശയം പോലെ വരും. ക്ഷേത്രത്തിൽ പോകാനോ സ്തോത്രങ്ങൾ, നാമജപം ഇതിങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനോ അതുപോലെ അമ്പലം പണി അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യത്തിനോ ഒക്കെ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സഹായം കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പിരിവ് കൊടുക്കാനോ അല്ലെങ്കിൽ വഴിപാട് കഴിക്കാനോ ഒക്കെ തോന്നലായിട്ട് കാര്യം വരും. മനസ്സിലുണ്ടായിരുന്ന ആ കെട്ടുപോവും. പെട്ടെന്ന് മറ്റേ നമ്മുടെ അമ്പലത്തിലൊക്കെ സപ്താഹമൊക്കെ നടക്കുകയാണ്. അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു രീതിയിൽ സഹകരിക്കില്ലാത്ത ആൾക്കാരെ ഇത് അനുഭവം വെച്ച് പറയാം കേട്ടോ. വ്യാഴമാറ്റം വരുമ്പോൾ ഓരോരുത്തർക്കുണ്ടാവുന്ന അനുഭവമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആ സപ്താഹ പന്തലിലൊക്കെ 7 ദിവസവും പോയിരിക്കും. നിരീശ്വരവാദമൊക്കെ പറഞ്ഞിട്ടിരുന്ന ആൾക്കാർ പ്രഭാഷണമൊക്കെ ഇട്ട് പ്രസാദ കൂട്ടമൊക്കെ വന്ന് അങ്ങനെ തരളിതമായിട്ട് പൊതുവെ ഒരു ആധ്യാത്മിക ഉണർവുണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ വന്ന് ഭവിക്കും. നമ്മളിപ്പോൾ കുറച്ച് പൈസയൊക്കെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടിറക്കി നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും പോകില്ല. അതോടൊക്കെ സ്റ്റക്കായിട്ടിരുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഉപാധികളും കാര്യങ്ങളും ഐഡിയോളജിയൊക്കെ വന്നു വരും. അങ്ങനെ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകൂറുകാർക്ക് തരളിതവും അതേമാതിരി അഴവുള്ളതും അതേമാതിരി സുഖമുള്ളതും തണുത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ, വരിഞ്ഞു മുറുക്കി ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മാറുന്ന സാരം. വ്യാഴം ഒരു കൊല്ലം കൊണ്ടാണ് ഒരു രാശി മാറുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഈ തവണത്തെ മാറ്റത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. 2026 ജൂൺ 6 കർക്കിടകത്തിലേക്ക് മാറുന്ന വ്യാഴം
10ാം മാസത്തോടെ അതിചാരം എന്നുള്ളൊരു പ്രത്യേക രീതി കൂടെ ഏത് ഗ്രഹവും പുറകോട്ട് സഞ്ചരിക്കുന്നതിന് നമ്മൾ വക്രം എന്ന് പറയും, മുമ്പോട്ട് സഞ്ചരിക്കുന്ന അതിചാരം എന്ന് പറയും. അപ്പോൾ അതിചാരം എന്ന് പറഞ്ഞൊരു സംഗതി കൂടെ ചിങ്ങം രാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിങ്ങം രാശിയിലേക്ക് പോയിക്കുമ്പോഴോ കർക്കിടകക്കുറുകാർക്ക് 2ാം ഭാഗത്തേക്ക് ലഗ്നാൽ 2ലേക്ക് വ്യാഴം വരും. ലഗ്നാൽ 2 കൊണ്ട് ജ്യോതിഷംകാരൊക്കെ അല്ലെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിദ്യ, ധനം, വാക്ക് എന്നുള്ളതാണ്. അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അവസരം ഉണ്ടാവും. വിദ്യാഭ്യാസത്തിനായിട്ട് ഇറങ്ങിയേക്കുന്ന കുട്ടികൾക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ കിട്ടാനും, മടി അലസത ഇതൊക്കെ മറന്നുകൊണ്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങനത്തെ തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല മാർക്ക് മേടിക്കാനും നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിക്കാനും അങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ ഇടവരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന സാറുമാരാണെങ്കിലും പഠിക്കുന്ന പിള്ളേരാണെങ്കിലും സ്കൂളിലും കോളേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കായിട്ടാണ്, ജോലിക്കാർക്കാണെങ്കിലും അങ്ങനെ വിദ്യാ സംരംഭങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ജോലിയിൽ ഉന്നതി, പ്രമോഷൻ, അവാർഡുകൾ, വലിയ ഉയർന്ന തലത്തിലൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ചില അവാർഡുകൾ, ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരം ഒക്കെ കിട്ടും. പ്രാസംഗികരായിട്ടുള്ളവർക്കോ രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെയൊക്കെ പ്രസംഗം കലയാക്കി പ്രസംഗം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകൾ വലിയ സദസ്സുകളിൽ പോലും സ്വീകരിക്കപ്പെടുകയും കേട്ട് കൈയടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവർക്ക് വളരെ അവരുടെ മനസ്സിൽ നിന്ന് വളരെ യാതൊരു കെട്ടുപാടും കൂടാതെ, യാതൊരു തടസ്സവും കൂടാതെ അവർ പറയാൻ ഉദ്ദേശിച്ചിടുന്ന, ജനങ്ങളിലേക്ക് കൈമാറാൻ ഉദ്ദേശിച്ചിടുന്ന കാര്യം അവർ ചെയ്യണമൊക്കെ ചെയ്യണം. വലിയ കാര്യമാണ്. വിജ്ഞാനം പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു അറിവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേഖലയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, രാഷ്ട്രീയത്തിലാണെന്നുണ്ടെങ്കിലും ഫിലോസഫിക്കലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ജനങ്ങളെ ധരിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. അങ്ങനത്തെയുള്ള ധാരണാശക്തി വർദ്ധിക്കും 2ലേക്ക് വ്യാഴം നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നിറഞ്ഞ സദസ്സുകളിൽ അവർ വളരെയധികം ആരാധ്യന്മാരാകും. 2ാമത്തെ കാര്യം ധനപരമായിട്ട്, നമ്മൾ ആദ്യത്തെ 1ൽ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു, ധനപരമായിട്ടുള്ള കെട്ടുകളെല്ലാം മാറും. ലോണുകൾ, അതേമാതിരി സാമ്പത്തികമുള്ള ആൾക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ, കമ്പോളങ്ങളൊക്കെ നടത്തുന്നവർക്ക് പെട്ടെന്ന് ഇല്ലാതെ മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ തളർന്നു കിടന്ന വ്യവസായത്തിനോ കച്ചവടത്തിനോ ഒക്കെ പെട്ടെന്നൊരു ഉണർവ്, മേശയിൽ എപ്പോഴും പെട്ടി നിറഞ്ഞ കാശ് കച്ചവടക്കാർക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ ഉള്ള എല്ലാ രീതിയിൽ കൂടെയും വളരെ സമ്പന്നമാകുന്ന ഒരു സമയമാണ് ആയില്യംകാർക്ക് വരാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കായാലൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം ദൈവത്തിനെയൊക്കെ ശപിച്ചു നിന്ന ആൾക്കാർക്ക് ഈ കൊല്ലം മനസ്സിലാവും, അവരോട് ദൈവം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഇത്രയൊക്കെ പ്രധാനമായിട്ടുള്ള ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ നവഗ്രഹങ്ങളുണ്ട്. ഈ നവഗ്രഹങ്ങളിലേക്ക് ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എന്ന് വെച്ചാൽ ഫുൾ ഡിവിനിറ്റിയാണ്, ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വർഗത്തിൽ നിന്ന് തുറക്കുന്ന വാതിലാണ് വ്യാഴം, അല്ലെങ്കിൽ ജനലാണ് വ്യാഴം, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നതായിട്ട് ദൈവത്തിൻ്റെ ദൂതനാണ് വ്യാഴം. ദേവഗുരു ബൃഹസ്പതിയാണ് വ്യാഴം. കുറച്ചുകൂടെയും കൂട്ടി പറഞ്ഞല്ലോ, സാക്ഷാൽ മഹാവിഷ്ണുവാണ് വ്യാഴം. ഇത്തരം ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിലേക്ക് ഏറ്റവും വലിയ ഗ്രഹമാണ്. പക്ഷേ ഭൂമിയുമായിട്ടുള്ള ആകർഷണ വികർഷണ തലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ സർവ്വചരാചരങ്ങൾക്കും ഏറ്റവും പോഷണം തരുന്ന ഏറ്റവും വലിയ ദൈവിക ശക്തിയാണ് വ്യാഴം. വ്യാഴം അനുകൂലമാവുന്ന സമയത്താണ് അത്രയും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം ഉണ്ടാവുന്നത്. കഷ്ടപ്പാടുള്ള സമയത്തൊക്കെ നമ്മൾ പല രീതിയിൽ കൂടെ പല വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ പല രീതിയിൽ കൂടെയൊക്കെ ദൈവത്തിലേക്ക് ചേർന്ന് എൻ്റെ തമ്പുരാനെ എനിക്ക് അത് തന്നെ ഇത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം നമ്മൾ വിചാരിക്കും തമ്പുരാൻ കേട്ടില്ലായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ മഹാഭാവി ആയതുകൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ എനിക്കിതിനൊന്നും അർഹതയില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ നിരാശപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ ജാതകവശാൽ വ്യാഴം അനുകൂലമാവുന്ന സമയത്ത് വരുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഫലം ഉണ്ടാവും. ഇത് തന്നെയാണ് വ്യാഴത്തിൻ്റെ മഹിമ. അപ്പം ഇത്രയും വലിയൊരു വ്യാഴത്തിനെ, ഇത്രയും വലുതായിട്ടുള്ളൊരു മഹാപുണ്യമായിട്ടുള്ള ആ സംഭവത്തിനെ നമ്മളുടേക്ക് സ്വീകരിക്കാവുന്നൊരു കാര്യമുണ്ട്. വ്യാഴം ബ്രാഹ്മണ സ്വഭാവമുള്ളവനാണ്. ജാതിപരമായിട്ടുള്ള ബ്രാഹ്മണനല്ല കേട്ടോ, നല്ല അറിവുള്ളവനും ദൈവവിശ്വാസി നിസ്വാർത്ഥനുമായിട്ടുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അത് എല്ലാ മതത്തിലുമുണ്ട്, ജാതിയിലുമുണ്ട്. അപ്പം അതുകൊണ്ട് വ്യാഴത്തിനെ സ്വീകരിക്കുക എന്നുള്ളത്, വ്യാഴത്തിനെ സ്വീകരിക്കാനായിട്ട് ഹൃദയശുദ്ധി,
അതേമാതിരി അത്രമാത്രം നല്ലൊരു വിശ്വാസമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് ഭയങ്കര കലുഷമായിട്ടിരിക്കുകയും മറ്റുള്ളവരോട് ഗർവിച്ച് നിൽക്കുകയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി പറ്റില്ല. അതുകൊണ്ട് സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴം പ്രസാദിക്കും. എങ്കിലും വേദം പറയണത് വിഷ്ണു പൂജയാണ് വ്യാഴത്തിന് ഏറ്റവും നല്ലതെന്നാണ്. ഗുരുവായൂരപ്പനെ, അതുമാതിരി തിരുപ്പതി അപ്പനെ അതുപോലുള്ള ആൾക്കാരൊക്കെ തൊഴുകണത് ഗുരുവായൂര്, തിരുപ്പതി അങ്ങനത്തെ വൈഷ്ണവാലയങ്ങൾ തൊഴുകണതിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, നരസിംഹമൂർത്തി ആയിക്കോട്ടെ, അങ്ങനെയുള്ള അവതാര വിഷ്ണുക്കളുടെ ക്ഷേത്രങ്ങൾ മിക്കവാറും എല്ലാ ഗ്രാമത്തിലും ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ഗ്രാമത്തിൽ പോയിട്ട് വിഷ്ണുവിനെ തൊഴുക. വ്യാഴാഴ്ച ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു നെയ്വിളക്ക്. മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ പുറത്ത് നമുക്ക് തന്നെ കത്തിച്ച് വയ്ക്കാൻ പാകത്തിനുള്ള സംഭവമുണ്ട്. നെയ്വിളക്ക് മേടിച്ച് അകത്തേക്ക് കൊടുത്ത് പൂജാരിയെ കൊണ്ട് കത്തിച്ചോളണമെന്നൊന്നുമില്ല. ഹരേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. വിളക്ക്, നെയ്വിളക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച് കത്തിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പൂർണ്ണമായിട്ട് നമുക്ക് ഈ വഴിപാട് എങ്ങനെ കഴിക്കാം? സമയവും സൗകര്യമൊക്കെ ഉള്ളവർക്ക് വ്യാഴാഴ്ച കുളിച്ച് ശുദ്ധമായിട്ട് ക്ഷേത്രത്തിൽ ചെല്ലുക. അതുമാതിരി നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം. നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അടുപ്പിച്ച് ഈ കാര്യം ചെയ്തു നോക്കി. വ്യാഴത്തിൻ്റെ സംഖ്യ 3 എന്നാണ്. വ്യാഴത്തിൻ്റെ മന്ത്രം ഓം എന്നാണ്. വ്യാഴത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മിനിമം 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം. 21 ദിവസം ചെയ്യാട്ടോ. 21 എന്ന് വെച്ചാൽ 3 തന്നെയാണ്. 2 + 1 = 3. 21 ഉള്ള നമ്പർ നല്ലതാണ്. നിങ്ങൾക്ക് കൂടുതൽ സമയവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ 21 വ്യാഴാഴ്ചയൊക്കെ ഈ വ്യാഴമാറ്റത്തോടെ അനുബന്ധിച്ച് 21 വ്യാഴാഴ്ചയൊക്കെ ഈ പറഞ്ഞ വഴിപാട് കഴിച്ച് ഒരു 3 പ്രദക്ഷിണമൊക്കെ വച്ച്, പ്രദക്ഷിണം വെച്ച് തൊഴുമ്പോൾ ആരും കേട്ടാലും കുഴപ്പമില്ല, കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നാരായണ എന്നുള്ള മന്ത്രം ജപിക്കുക. പ്രദക്ഷിണം വെച്ച് തൊഴുമ്പോഴല്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ദിവസം 21 ഒരു 20 മിനിറ്റെങ്കിലും നാരായണ മന്ത്രം ഇപ്പോൾ ജപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ള ജ്യോതിഷന്മാർ പറഞ്ഞൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെയൊക്കെ പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രത്തിനെ പറ്റി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ആയില്യം നക്ഷത്രക്കാർക്കും വ്യാഴമാറ്റം കൊണ്ട് അവർക്ക് ഈ വർഷം അതിമനോഹരമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം